അപ്പൊ റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റി. ആരറിയുന്നത്? ഈ ഈമാനില്ലാത്ത മൗലവി, ഈമാനില്ലാത്തവരിറക്കുന്ന അൽമനാറില്, അവരെ മുഖപത്രത്തില് 2010 ജൂലൈ. അപ്പോ ഈമാനില്ല, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല, നബിതങ്ങളെ ഒരു പിഴവ് പറ്റിയ ആളായി ചിത്രീകരിക്കുകയാണ്. അവർക്കുണ്ടോ പിന്നെ നബിതങ്ങളെ ഖബർ ശരീഫിന്റെ അടുക്കൽ, ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു? അള്ളാന്റെ റസൂൽ ഒരു തെറ്റ് ചെയ്ത ആളാണെന്നല്ലേ അവരെ വാദം. കപടവിശ്വാസികൾ. അവരെ സ്വഭാവം എങ്ങനെ? റസൂലുള്ളാഹിനെ ഇടിച്ചു കയറ്റി. ഇത് കണ്ടു നിങ്ങൾ മുജാഹിദിന്റെ അൽമനാർ 2010 ജൂലൈയിലെ അൽമനാർ. ഇതിൽ അമ്പിയാക്കളെ മുഴുവനും നിസ്സാരപ്പെടുത്തുക, ഒരു നബിനെ മാത്രമൊന്നുമില്ല. അതിലുള്ള പരാമർശങ്ങള് ഓരോന്നും കണ്ടാല് നമ്മൾ ഞെട്ടിപ്പോകും. ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു. ആദം നബി അള്ളാഹിനെ അനുസരിക്കാത്ത ഒരാൾ. നൂഹ് നബിയോ മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന് വ്യക്തമല്ല, അവർക്ക് മാത്രം വ്യക്തമല്ല വചനത്തിന്. ഇനിയോ മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. എല്ലാ നബിമാരും തെറ്റ് ചെയ്തോലും മാത്രം. തെറ്റിയാത്തോലാരാ? മുജാഹിദിന്റെ മൗലവി മാത്രം. ഒരു തെറ്റും ചെയ്യാത്തത് മൗലവി മാത്രം. അമ്പിയാക്കളെല്ലാം തെറ്റ് ചെയ്തവരും. എനിക്ക് കേൾക്കളോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ പറ്റി എഴുതുന്നത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റി. ആരാ പറയുന്നത്? ഈ ഈമാനില്ലാത്ത മൗലവി, ഈമാനില്ലാത്തവരിറക്കുന്ന അൽമനാറില്, അവരെ മുഖപത്രത്തില് 2010 ജൂലൈ. അപ്പോ ഈമാനില്ല, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല, നബിതങ്ങളെ ഒരു പിഴവ് പറ്റിയ ആളായി ചിത്രീകരിക്കുകയാണ്. അവർക്കുണ്ടോ പിന്നെ നബിതങ്ങളെ ഖബർ ശരീഫിന്റെ അടുക്കൽ, ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു? അള്ളാന്റെ റസൂൽ ഒരു തെറ്റ് ചെയ്ത ആളാണെന്നല്ലേ അവരെ വാദം. അതുകൊണ്ട് തന്നെ അൽമനാറിൽ ഒരിക്കൽ എഴുതാണ് 985 ഡിസംബർ, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? അതിങ്ങനെ വിശദീകരിച്ചിട്ട് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അള്ളാന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ അടുക്ക പോയി ശുപാർശ തേടയാൽ തേടാൻ വേണ്ടി ഖുർആൻ പഠിപ്പിച്ച ആയത്താണ് മാലിക് ഇമാം ഓതുന്നത്. അതിന് പകരം ഇതാണ്, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാത്മകന്മാർ. അള്ളാന്റെ റസൂലിന്റെ ശരീരം ഖബറിന് ജീർണിച്ചിട്ടുണ്ടോ? ജീർണിക്കുമോ? ഒരിക്കലും ജീർണിക്കൂല. ഖുർആനല്ലേ. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കേണ്ട നബിയെ ഖുർആൻ പറയാണ്, എത്ര നൂറ്റാണ്ട് മുമ്പ് വഫാത്തായ ആളാണ് മൂസാ നബി. നബി തങ്ങളുടെ എത്ര നൂറ്റാണ്ട് മുമ്പ് വഫാത്തായതാണ്. ആ മൂസാ നബി റസൂലുള്ളാഹി കണ്ടു എന്ന് ഖുർആൻ പറയാണ്. കണ്ടതെപ്പോഴാണ്? ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, മറർതു ബി മൂസാ ലൈലത ഉസ്രി ബി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബ്രി. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു ഇസ്രായിന്റെ രാത്രി. അപ്പൊ ആ മൂസാ നബിയെ കണ്ടു എന്ന് ഖുർആൻ പറയാണ്. അത് ഹദീസിൽ പറയുന്ന ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കാണ്. ഇവർ അൽമനാറിൽ പറയുന്ന അതാ ജീർണിച്ച് നശിച്ച ജനങ്ങളാണ് മഹാന്മാർ, അമ്പിയാക്കൾ, റസൂലുള്ളാഹി അടക്കം എന്നിവര് പറയാണ്. ഇവർക്ക് ഇസ്ലാമുണ്ടോ? ഈമാനുണ്ടോ? ഇവരെ കൂടിയവൻ ഈമാൻ കിട്ടി മരിക്കുമോ? മുസ്ലിമീങ്ങളെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര വൈകല്യം നിറഞ്ഞതാണ്. ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹ് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു, ആ അല്ലാഹു തആല സ്ഥലകാലതീതനാണ്. അല്ലാഹു സൃഷ്ടികളോട് ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ്. എല്ലാ സൃഷ്ടികളെയും പടച്ചവനാണ്. ആ പടച്ചവന് ഒരു സ്ഥലമില്ല. കാരണം സ്ഥലങ്ങളെ അല്ലാഹു പടച്ചതാണ്. പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഉണ്ട്. അന്നും അല്ലാഹുക്ക് സ്ഥലമില്ല, ഇന്നും അല്ലാഹുക്ക് സ്ഥലമില്ല. അല്ലാഹു മാറ്റമുണ്ടാകുന്നവനല്ല.
മാറ്റമുണ്ടാകുന്നവൻ ഹാദിസാണ്, മാറ്റമില്ലാത്തവനാണ് അല്ലാഹ്. ഇത് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോ ഇവരല്ലാരെ പറ്റി പറയാണ്, അല്ലാഹ് ഒരു കസേര ഇരിക്കുകയാണ്, ചിലപ്പം പറയും സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ആസനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സാധനം? ആസനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാൻ പറ്റാത്ത സാധനം. അപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചു എന്ന് പറയുന്നത്, അള്ളാഹു തആല ആസനം വെച്ചു. അപ്പൊ അള്ളാഹ്ക്ക് എന്തുണ്ട് എന്നായി? പറയാൻ പറ്റാത്ത സാധനം ഉണ്ട് എന്നായി. അള്ളാഹ് അർശിന്മേൽ ആസനസ്ഥനായി എന്നാ മൗലവിമാര് പ്രസംഗിക്കുന്നു. അപ്പൊ അള്ളാഹ് അർശിന്റെ മുകളില് ആസനം വെച്ചു. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ ആസനം ഇവനെ പോലെയാ അള്ളാഹ്. എന്നിട്ട് മൗലവിമാര് എഴുതി പറയുകയും ചെയ്തു, പറഞ്ഞു അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. വലത്തെ കയ്യിൽ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. 2 കൈയും വലത്താണ്, എടുത്തില്ല എന്ന് പറഞ്ഞു. അള്ളാഹിനെ ചിത്രീകരിക്കുന്നത് നോക്ക് നിങ്ങൾ. ഇത് 2007 മെയ് മാസത്തെ അൽമനാറ്. ഇതിൽ അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നു 57ാമത്തെ പേജില് അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അങ്ങനെ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അത് 2ഉം വലത്താണ്, ഇടത്തില്ല എന്ന് പറഞ്ഞു. അതേ ആളുകൾ തന്നെ ഇറക്കി അതേ അൽമനാറ് 2 കൊല്ലം കഴിഞ്ഞപ്പോ 2009 ജനുവരി ഇതിന്റെ 24ാമത്തെ പേജിൽ എന്താ പറയുന്നത് നോക്കാം നമ്മള്. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, 2ഉം വലത്ത്, എടുത്തില്ല. 2009 അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, 1 വലത്ത് 1 എടുത്തു. ഭൂമി പിടിക്കുക ഇടത്തെ കൈയിലാണ്. 2 കൊല്ലം കൊണ്ട് അള്ളാഹ്ക്ക് കൈയുണ്ടായി, എടുത്തും കൈയുണ്ടായി. ഇത് ഇസ്ലാമാ? ഇത് ഇസ്ലാമാണോ? ഈ ഇസ്ലാം അതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളോ സദസ്സുകളിലോ പോയി പങ്കെടുക്കൽ ഹറാം. ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കൽ ഹറാം, പുസ്തകം വായിക്കൽ ഹറാം, വ്യാജന്മാരുടെ പ്രസംഗം കേൾക്കൽ ഹറാം, അതേ കള്ളം പറയുന്നത് കേൾക്കൽ ഹറാം, ഗീബത്ത് കേൾക്കൽ ഹറാം, ഇവരുടെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാം. എന്തേ അങ്ങനെ പറയാൻ? ഒരു ചങ്ങായി പറയാണ്, ഇതാ ഖുർആൻ പരിഭാഷ ഞങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ വായിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ കഴിയും. നല്ല കോളായി. ഇവരെ ഖുർആൻ പരിഭാഷ പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി കൈയും കാലുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ പരിഭാഷ അത് വായിച്ചാൽ പഠിച്ചു പോവും, അവിടെ വായിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ചെറിയ ബുക്കാണ്, നോമ്പിന്റെ വിധിവിലക്ക്, പ്രസാദനം ISM കേരള, വിജയ് സെന്റർ കോഴിക്കോട് 2. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിരിക്കുന്നുവെന്ന കാര്യം മുമ്പ് ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. ഞാൻ നോമ്പിന് റമദാൻ മാസത്തിൽ സുബ്ഹിന്റെ ഇഖാമത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു. മുസ്ലിമീങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി എഴുതിയതാ. നോമ്പിന്റെ വിധി വിലക്കുകളാണ്, വല്ലാത്ത വിലക്കിന്റെ. ഇനിയോ സക്കാത്ത്, ഇത് സക്കാത്തിനെ പറ്റി ഇറക്കിയൊരു ബുക്കാ. ഇതിൽ കേന്നം കാരപ്പറമ്പ് ശാങ്ക സക്കാത്ത് സെൽ. ഇതിൽ മുതലാളിമാരെ സക്കാത്തി മൗലവിമാര് പിരിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് എന്താ ചെയ്യുന്നതിനെ കണക്ക് പ്രസിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് ചെയ്യാന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് കേട്ടോളി. പല മുജാഹിദ് മുതലാളിമാരും പെട്ടുവാണ് ഇവരെടുത്ത് സക്കാത്ത് കൊടുത്തിട്ട്. അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വായിക്കുക. കേന്നം സക്കാത്ത്, കേന്നം കാരക്കറമ്പ് പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. മുൻ വർഷത്തെ ബാക്കി 41,104. എങ്ങനെ മുതലാളിമാര് സക്കാത്ത് കൊടുത്തിട്ട് ഒരു കൊല്ലായിട്ടും കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കുകയാണ് ആര്? മൗലവിമാര്. സാധുക്കൾ തീർന്നു പോയതാ, സാധുക്കളെ കിട്ടാണ്ടായി പോയതാ. 41,404, 104 ബാക്കി. ഇനി അടുത്ത വരവ് വെക്കണം നിങ്ങൾക്ക്. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. 2,65,000 41,000 കൊടുക്കാണ്ട് ബാക്കി വെച്ച. ഇനി അടുത്ത വരവ് വെക്കണോ? ബാങ്ക് പലിശ, സക്കാത്ത് ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവേ
939. ഇപ്പൊ ഈ മൗലൈമാര് മുതലാളിമാരോട് സക്കാത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. ഇതൊന്നും ഈ മുതലാളിമാർ അറിയൂല. ഇവര് വലിയ ഇസ്ലാമിന്റെ ആളാന്ന് വിചാരിച്ച് പെട്ടുപോവാണ്. അള്ളാഹു കാക്കട്ടെ. ഇനി ഇതിന്റെ ചെലവ് വായിച്ച അതിനെക്കാണ് രസ. ഒന്നാമത്തെ ചെലവ് എന്താണെന്നറിയോ? ഒരു സാധു ഒരു അബൂക്കറാജിക്ക് കൊടുത്തു എന്നല്ല, എന്താ പ്രിന്റിംഗ് ചാർജ്. സക്കാത്തിന്റെ ചെലവാണ് പ്രിന്റിംഗ്. ഇവരെ നോട്ടീസ് അടിക്കുന്നത് സക്കാത്തിന്റെ പൈസ എടുത്തിട്ടേ. പ്രിന്റിംഗ് ചാർജ്, പിന്നെ കുറെ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് കാണാം കേന്ദ്രവിഹിതം. അപ്പൊ ഇവരെ കേന്ദ്രവിഹിതമായിട്ട് ഇവരെ സംഘടനക്ക് വേറെ മുതലാളിമാരുടെ സക്കാത്ത് വാങ്ങിയിട്ട് എടുക്കുന്ന പണിയാങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്രവിഹിതം 13,000 പിന്നെ അവസാനം ഒരു കണക്ക് കഴിച്ച് ബാക്കി. ഇങ്ങനെ മുസ്ലിമുകളെ സക്കാത്ത് നശിപ്പിച്ചു ഇവര്, നിസ്കാരവും നശിപ്പിച്ചു ഇവര്. 78 അച്ചടിച്ച ബുക്ക്, അതില് നിസ്കാരത്തിന്റെ ഫർള് 14, 82 9. ഇന്നാലില്ല. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കുന്ന കക്ഷികൾ, ഈ കക്ഷികളെ കൂടെ പിന്നാലെ പോയിട്ട് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട്ടൊരു സമ്മേളനം ചേർന്നിട്ട് മുജാഹിദ് പന്തേ പരാജയപ്പെട്ട് നശിച്ചപ്പോ കൂട്ടത്തിലൊരു കൂട്ടം മുജാഹിദ് പറയാണ്, ഇമാമിങ്ങൾ പറഞ്ഞ പോലെ നടക്കണം. എന്നാ ഇവര് തുടങ്ങിയത് എവിടുന്നാണ്? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകത്തിൽ അവരെഴുതി വെച്ചത് എന്താണ്? കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും വിശുദ്ധ ഖുർആനിനും സുന്നത്തിനും എതിരിൽ ഒരു പുതിയ ഭീഷണി ഉടലെടുത്തു. മദ്ഹബുകളുടെയും തഖ്ലീദിന്റെയും ആവിർഭാവമായിരുന്നു അത്. മദ്ഹബാണ് ഇസ്ലാമിനെതിരായി വന്ന വെല്ലുവിളി എന്നല്ലേ ഇവർ പറഞ്ഞു വെച്ചത്. അങ്ങനെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ, ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിനെ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ വിരോധികളായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതെല്ലാം പോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള സർവ്വ അമ്പിയാക്കളെ സംബന്ധിച്ചു ഇവരുടെ മദ്രസ പുസ്തകത്തിൽ തന്നെ അവര് പഠിപ്പിച്ചത് എന്താണ്? എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയോ? ഞാൻ പറയട്ടെ, സർവ്വയുക്തിവാദികളെയും സർവ്വനിരീശ്വരവാദികളെയും മുസ്ലിം ചെറുപ്പക്കാരിൽ വളർത്തിയെടുത്തത് ഈ പ്രസ്ഥാനക്കാരാണ് കേട്ടോ. മുൻഗാമികൾ പഠിപ്പിച്ച ദീന്, ആ ദീനനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോ അതനുസരിച്ച് ജീവിപ്പിക്കണമെന്ന് അല്ലാഹുവോട് അവർ പ്രാർത്ഥിക്കുമ്പോ 17 പ്രാവശ്യവുമുള്ള പ്രാർത്ഥന അതല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അല്ലാഹ്. ആരാണ് മഹാന്മാർ? അത് ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ? മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കള്, ശുഹദാക്കള്, സുദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ, ആ സജ്ജനങ്ങളെ വഴിയിൽ നടത്തണമെന്ന് റബ്ബിനോട് 17 പ്രാവശ്യം ദുആ ചെയ്യാനുള്ള പഠിപ്പിച്ചത് എന്തിനാണ്? അതേ, ആ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടു പോകാൻ ഒരുപാട് പിശാചുക്കളും പിശാചിന്റെ അനുയായികളും ഇവിടെ പ്രവർത്തിക്കും. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ ഖുർആനിന്റെ 1-ാമത്തെ സൂറത്തിൽ അങ്ങനെ പറയുമ്പോ അവസാനത്തെ സൂറത്തിൽ അള്ളാഹിനോട് കാവൽ ചോദിക്കാനാ പറയുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരെ കൂട്ടത്തിലും ചില കൺഫ്യൂഷനാക്കുന്നവരുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലും കൺഫ്യൂഷനാക്കുന്നവരുണ്ട്. അവരെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ ഒരു സൂറത്ത് തന്നെ ഖുർആനിന്റെ അവസാനത്തിലെ സൂറത്ത് അതല്ലേ? ആദ്യത്തെ സൂറത്ത് പറയുന്നത് എന്താണ്? ഹിദായത്തിൽ നിലനിർത്തണമെങ്കിൽ മഹാന്മാരെ വരിയിൽ തന്നെ നിലനിർത്തി കിട്ടണം. അവസാനത്തെ സൂറത്ത് പറയുന്നതോ കൺഫ്യൂഷനാക്കുന്ന മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്. ആ കൺഫ്യൂഷനാക്കുന്ന കക്ഷികൾ മുസ്ലിമീങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കും. അവരൊരുപാട് ക്യാമ്പ് നടത്തും, ക്ലാസ് നടത്തും. എന്നിട്ടോ ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യും, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യും, ഇബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും. എന്ന് മാത്രമല്ല
ജനങ്ങളെ പഴപ്പിക്കാൻ അവർ പച്ചക്കള്ളം പറയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവരെ സംബന്ധിച്ച് പറയുമ്പോ ധാരാളം കള്ളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു കൂട്ടർ ഖിയാമത്ത് നാളിൽ വരും. അവരുടെ ലക്ഷണം എന്താണ്? അതേ യഖൂലൂന, അവരെ വാദം എന്താണ്? ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയും, പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയും, അമ്പിയാക്കൾ സാധാരണക്കാരനാണെന്ന് പറയും, അള്ളാന്റെ റസൂലിനെ പഴച്ചു എന്ന് പറയും, മൂസാ നബി കുറ്റം ചെയ്തു എന്ന് പറയും. അതുപോലെ സക്കാത്തും നോമ്പും ഒക്കെ ബാത്തിലാക്കാൻ സുബ്ഹി കഴിഞ്ഞ് ബാങ്കും കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാന്ന് പറയും, വെള്ളം കുടിക്കാന്ന് പറയും. ഇങ്ങനെ ഒരു കൂട്ടർ ലോകത്ത് വരും. ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ? ലാ യുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവരെ നിങ്ങളെ പിഴപ്പിച്ച് കളയരുത്, നിങ്ങളെ ഈമാൻ നശിപ്പിച്ച് കളയരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തുകളെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയില്ലേ? ഈ കക്ഷികളെ ശല്യം, ആ ശല്യമുണ്ടാകുമ്പോ റബ്ബിന്നാസ് ധാരാളം ഓതണം. അവരെ ശർറിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുമായി അടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. കൊറോണ എന്ന് പറയുന്ന അതേ ഒരു വൈറസ് വന്നപ്പോ നമ്മളെ ഡോക്ടർമാര് പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു, ലോകം മുഴുക്കെ പറഞ്ഞു, അടുക്കാൻ പാടില്ല, സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, ആ രോഗം പകരാതിരിക്കാനാണ്. ഇതുകൊണ്ട് തന്നെയാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ ഈ പുത്തൻവാദികളുമായി അടുക്കാൻ പാടില്ല. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, ഈ ഉമ്മത്തിലെ സലഫ് 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല. അലാദമ്മിൽ മുബ്തദിയതി, പുത്തൻവാദികളെ ആക്ഷേപിച്ച് സംസാരിക്കണം. പോരാവ മുഹാജറത്തി, അവരുമായി പിണങ്ങിക്കളയണം. വഖതി സ്വഹബത്തി മഅഹും, അവരുമായി ഒരു ബന്ധവും പാടില്ല. കാരണം എന്തേ? അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ പോലെയല്ല. കൊറോണ പിടിച്ചൊരാള് മരിച്ചാൽ ആ മരിച്ചവൻ ഈമാനുണ്ടോ? ഷഹീദിന്റെ കൂലി കിട്ടും. നേരെ മറിച്ച് പുത്തൻവാദിയുമായി അടുത്തിട്ട് അവന്റെ ആ വിഷം ചീറ്റുന്ന വിശ്വാസം നമ്മളെ കൽബിലേക്ക് വന്ന് മുഹീദ്ദീൻ ശൈഖ് കാഫിറാണെന്ന് വിശ്വസിച്ചാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് വിശ്വസിച്ചാൽ, 20 റകഅത്ത് തറാവീഹ് മദീനയിലും മക്കയിലും നടപ്പാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബും സഹാബത്തും പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, 2 ബാങ്ക് നടപ്പാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, അതേ സ്ത്രീകൾ പള്ളിയിൽ ജുമാഅത്തിനും പോകേണ്ടതില്ലെന്ന് പാസാക്കിയ ഖുലഫാഉർ റാഷിദീങ്ങൾ പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഇമാം ശാഫിഈ തങ്ങളും അബൂ ഹനീഫയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബലും അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പിഴച്ചുപോയവരാണെന്നും മദ്ഹബൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങിയ ആ കടുത്ത വിഷം നമ്മളെ കൽബിലേക്ക് കടന്നാൽ ഈമാനില്ലാതെ ചത്തുപോകും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അടുക്കാൻ പാടില്ല. അതാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. സുന്നിയല്ലാത്തവരുമായി അടുക്കാൻ പാടില്ല. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ അഹദസ, ഒരു പുത്തൻവാദിയായാൽ, ഒരുത്തൻ പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയേക്ക് കൂട്ടുനിന്നാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങളും കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കാം. നബിതങ്ങളെ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിക്കാം. തലശ്ശേരിയിൽ തബ്ലീഗുകാർ നടത്തുന്ന ഒരു പള്ളി, സ്റ്റേഡിയം പള്ളി, അവിടെ പച്ച മലയാളത്തിൽ ഖുതുബ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന്. വകാന യഖ്തുബു ബിൽ അറബിയ്യ,
അറബിയിൽ മാത്രം ഖുതുബോദിയാണ് നബിതങ്ങൾ ജുമാ നിസ്കരിച്ചത്. അതിനാൽ അറബിയിൽ മാത്രം ഖുതുബോദി ജുമാ നിസ്കരിച്ചാലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരമാകുമോ. വേറെ ഭാഷയായാൽ നിസ്കാരം ബാത്തിലായി പോയി. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബോദിയിട്ടില്ല, ഖുതുബോദിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അവിടുത്തെ സഹാബത്തിൽ ലോകം മുഴുക്ക ഇസ്ലാം പ്രചരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോദിയിട്ടില്ല. 1300 കൊല്ലത്തിനിടയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഖുതുബ നടന്നിട്ടില്ല. ഈ പച്ചയായ ബിദ്അത്ത്, ജുമുഅ ബാത്തിലാക്കുന്ന ബിദ്അത്ത്, നബിതങ്ങളും സഹാബത്തും ചെയ്യാത്ത ബിദ്അത്ത്, അത് നടപ്പാക്കുകയാണ് തബ്ലീഗ് ജമാഅത്തുകാരൻ. അതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ്, കുഫറാണെന്ന വാദം അവരും ഉന്നയിച്ചിരിക്കുകയാണ്. തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകത്തിൽ അത് അവർ പറഞ്ഞിരിക്കുകയാണ്. ആ തഖ്വിയത്തുൽ ഈമാൻ അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസമെന്നും. അതിനാൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും മുഹമ്മദ് ഇല്യാസും അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന് അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹം എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തുകാരനാണ്. ആകയാൽ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം വെച്ചു പുലർത്തുന്ന ആളുകളുമായി അടുത്തു പോകല്ല. നബിതങ്ങൾ പറയുന്നു, മൻ അഹ്ദഥ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹ്ദിസൻ, പുത്തനാശയക്കാരന് ഒത്താശ ചെയ്താൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല. അവർക്ക് അഭയം നൽകിയാൽ, കൂട്ടുപിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനല്ല, അള്ളാന്റെ ലഅനത്തവനുണ്ട്. അൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരായ ജനങ്ങളുടെ ലഅനത്തുമുണ്ട്. അതേ സഹാബത്തിന്റെ ലഅനത്തുണ്ട്, മഹാന്മാരുടെ ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല. 5 വഖ്ത് നിസ്കരിച്ചാൽ അല്ലാഹു ഖബൂൽ ചെയ്യൂല. നോമ്പും സക്കാത്തും ഹജ്ജും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഒന്നും അല്ലാഹു ഖബൂൽ ചെയ്യൂല. സുന്നത്തും ഖബൂൽ ചെയ്യൂല. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ കോൺഗ്രസായി, വേറൊരാൾ ലീഗായി, ഒരാൾ ജനതാ പാർട്ടിയായി, വേറൊരുത്തനതാ മറ്റൊരു കോൺഗ്രസായി, ഒരാൾ കേരള കോൺഗ്രസായി. അതുപോലത്തെ ഒരു സംഗതി അല്ല ഇത്. ഇത് നമ്മളെ ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ചോളണം. ഒരിക്കലും തന്നെ നമ്മുടെ ആദർശങ്ങളോ ആശയങ്ങളോ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതുണ്ടായ കാലം, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ തലപൊക്കി വന്ന കാലമാണ്. അന്ന് മുതൽ ഇന്നേ വരെ അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് മുജാഹിദിന്റെ മൗലവിമാർ ഒരു പുതിയ പരിപാടി തുടങ്ങി. എന്താണ്? ഓൺലൈനിൽ ഒരു വിവാഹം. ഓൺലൈൻ വിവാഹം. സുബ്ഹാനല്ലാഹ്. ഏതുപോലെ രജിസ്റ്റർ വിവാഹം എന്ന് പറഞ്ഞൊരു വിവാഹമുണ്ട്. എങ്ങനെ റിക്ഷ പീസ് പോയി രജിസ്റ്റർ ചെയ്യുക, അതിനും വിവാഹം എന്ന് പറയും. പക്ഷെ നിക്കാഹ് എന്ന് പറഞ്ഞുകൂടാ, ഓൺലൈൻ നിക്കാഹ് എന്ന് പറഞ്ഞുകൂടാ, ഓൺലൈൻ വിവാഹം. നിക്കാഹ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ചെറുത്തും പറഞ്ഞല്ലോ ക്കണം. അതില്ലാത്തൊരു പരിപാടി. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഫിഖ് കൗൺസിലിൽ ചേർന്ന് എല്ലാ മദ്ഹബിന്റെ കിതാബും പരിശോധിച്ച് ഓൺലൈൻ വിവാഹം പറ്റൂല എന്ന് എല്ലാ മുദരിസന്മാരെയും ഖതീബുമാരെയും സമ്മേളിപ്പിച്ച് ക്ലാസ് എടുത്തവരെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പിന്നെ അത് ഉണ്ടായില്ല. അല്ലെ എത്ര നിക്കാഹ് ബാത്തിലാക്കുമായിരുന്നു ഈ കൂട്ടരുന്ന് അറിയങ്ങള്. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു. വേറെയും കുറെ സംഘടനകളുണ്ട്, അവരെയൊന്നും അവിടെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സുന്നിന്റെ പേര് തന്നെയാണ്, പക്ഷെ അവരെയൊന്നും അവിടെയൊന്നും കണ്ടില്ല. അതുപോലെ ഓൺലൈൻ കാലത്ത് ചിലർ മരിച്ചു, അവരെ മയ്യത്ത് കുളിപ്പിക്കാനും വിട്ടില്ല, ഒന്നിനും വിട്ടില്ല. അപ്പൊ അവരെ മറവ് ചെയ്യുമ്പോ മയ്യത്ത് നിസ്കരിക്കാതെ മറയുമ്പോ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വല്ലാത്ത വിഷമം. നമ്മളെ ഫിഖ് കൗൺസിൽ ചേർന്ന് കിതാബുകൾ പരിശോധിച്ചു. അപ്പോ അത്തരം ചില രംഗങ്ങൾ വരുമ്പോ മയ്യത്ത് കുളിപ്പിക്കാതെയും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന്
പല കിതാബുകളിലും ഷർവാരിയിലും ബൂരിയിലും പല കിതാബുകളിലും ഉണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ച് മയ്യിത്ത് നിസ്കരിച്ച് മറമാടിയാൽ മതി എന്ന് പണ്ഡിതന്മാർക്ക് അറിവ് നൽകി, അതുപോലെ ജനങ്ങൾക്ക് അറിവ് നൽകി. കാരണം അത് കുടുംബത്തിന്, മരിച്ചുപോയവരുടെ കുടുംബത്തിന് വലിയ സമാധാനം കിട്ടി. സുഹൃത്തുക്കളെ, അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ പ്രസിഡന്റാണ് റയീസുൽ ഉലമ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് സുൽത്താനുൽ ഉലമ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരുടെ കീഴിൽ അതാ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത്, ആ കേരള മുസ്ലിം ജമാഅത്തും മറ്റ് കീഴ്ഘടകങ്ങളായ SYS-ഉം SSF-ഉം നമ്മുടെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും ഒക്കെ ശക്തിപ്പെടുത്തണം. സുന്നത്തി ജമാഅത്ത് ഇവിടെ നിലനിർത്തണം. അതിനെത്ര ത്യാഗം ചെയ്താലും മതിയാവൂല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ, ശരിയായ മുഅ്മിനീങ്ങൾ, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിലും ശരിക്കും വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചുപോയി എന്നുള്ള വിശ്വാസമൊന്നുമുള്ളവൻ അവൻ ശരിയായ മുഅ്മിനാവൂല. സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് ഡൗട്ട് ഒന്നുമില്ല. സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അവരെ സമ്പത്ത് കൊണ്ട് അവർ അധ്വാനിച്ചു. നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ, നമ്മളെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നല്ല സാമ്പത്തിക ചെലവ് വരും. അവിടെ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കണം, നമ്മൾ അകമഴിഞ്ഞ് കൊടുക്കണം. ഞാനിവിടെ വന്നപ്പോൾ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാതിരുന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും സുന്നത്ത് ജമാഅത്ത് സ്ഥാപിച്ച സ്ഥാപനമായ സിറാജുൽ ഹുദ, ആ സിറാജുൽ ഹുദയിലേക്ക് പലരും എന്റെ കൈവശം നേർച്ച ഏൽപ്പിച്ചു. അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം അല്ലാ. സുഹൃത്തുക്കളെ, അതാ സമ്പത്ത് കൊണ്ടുള്ള അധ്വാനം, വഅൻഫുസിഹിം, അവരെ ശരീരം കൊണ്ടും അധ്വാനിച്ചു. അങ്ങനെ ഉറച്ച ഈമാനോടെ ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ വഴിയിൽ അധ്വാനിക്കുന്നവർ ഉലൈക ഹുമുസ് സാദിഖൂൻ, ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് സത്യം പറയുന്നവരവരാണ്. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വാസമാകൂല. അതാണ് റബ്ബ് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരാകണേ. തഖ്വയുള്ളവന്റെ മനസ്സിൽ ഞാനൊരു വലിയവനെന്ന കിബ്റുണ്ടാവില്ല.